വിഷയത്തിൽ അത് പീഡിപ്പിക്കാൻ വേണ്ടി വന്നതൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ ഏതായാലും ധനമന്ത്രിയുടെ ഭാര്യയല്ലേ, അപ്പോൾ പറഞ്ഞാൽ കേസായി, അങ്ങനെ ജയിലായി. 12 വർഷം ജയിലിൽ കിടന്നു എന്നാണ്, 12 കൊല്ലം ജയിലിൽ കിടന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയുന്ന സംഭവമാണ്, എൻ്റെ വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. ഒരാളുടെയും ഒരു ശരീരവും ഒരിക്കലും ഒഴിവാകുകയില്ല, ശരീരം എപ്പോഴും അവനെ തെറ്റിലേക്ക് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. അവൻ്റെ ദേഹിച്ച എപ്പോഴും തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൽപ്പിക്കുക എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വിഷയം സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. അവൻ്റെ ശരീരത്തെ, അവൻ്റെ നഫ്സിനെ കീഴ്പ്പെടുത്തുകയും അള്ളാഹുവിന് വേണ്ടിയിട്ട് അവൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തി, എന്നിട്ട് മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ട് അവൻ അമൽ ചെയ്തു. അവൻ്റെ സ്വന്തം ശരീരം പറയുന്നത് കേൾക്കാതെ അള്ളാഹു പറയുന്നതിൻ്റെ മേൽ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തി, എന്നിട്ട് മരണത്തിന് വേണ്ടി, മരണമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം, അതിന് വേണ്ടിയിട്ട് ഇവൻ പണിയെടുക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ആജിസു, അശക്തൻ എന്ന് പറഞ്ഞാൽ മൻ അത്ബഅ നഫ്സഹു, സ്വന്തം ശരീരം പറയുന്നതനുസരിച്ചിട്ട് ആ റൂട്ടിൽ തന്നെ പോവുകയും, മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്, എന്നിട്ട് അള്ളാഹുവിന് സ്വർഗ്ഗം വേണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവൻ്റെ സ്വന്തം ശരീരം പറയുന്ന ആ റൂട്ടിലൂടെ പോവുകയും അള്ളാഹു സ്വർഗ്ഗം തരുമെന്ന് ബോധിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് വലിയ പരാജിതർ, അവരാണ് അശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ സ്വന്തം ശരീരം തെറ്റിലേക്ക് മാത്രമേ നയിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ هُوَ السَّمِيعُ الْعَلِيمُ. وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ, പിശാചെങ്ങാനും നിങ്ങളുടെ ഹൃദയത്തിൽ വല്ല തോന്നലുകളും കൊണ്ട് തന്നാൽ ഫസ്തഈദ് ബില്ലാഹി ഇന്നഹു ഹുവസ്സമീഉൽ അലീം, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞേക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. ശൈത്താൻ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിശാചിന്റെ വസ്വാസ് വരുന്നുണ്ടെന്ന് തോന്നിയാൽ ഔദു പറയുക, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാച് ഓടിപ്പോകും. ഇനി നമ്മൾ പറയുന്നത് പള്ളിയിൽ ഉണ്ടാകുന്ന ചില പിശാചുകളെ കുറിച്ചിട്ടാണ്. പള്ളിയിൽ ഉണ്ടാകുന്ന പിശാചുകളെ കുറിച്ചിട്ട് പള്ളിയിൽ ഒന്നാമത് പിശാച് ഇബ്ലീസിന്റെ ചതിക്കുഴികളിൽ ഏറ്റവും അവസാനത്തെ ചതിക്കുഴിയാണ് ഒരാളെ മുർത്തത്താക്കുക എന്നുള്ളത്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്ത് കടത്തുക, മുസ്ലിമായ ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടത്തുക ഇബ്ലീസിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ചതിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ചതിയാണ് ബിദ്അത്തുകാരനാക്കുക എന്നുള്ളത്, പുത്തനാശക്കാരനാക്കുക. നമ്മൾ ഇന്ന് കാണുന്നതായ ആളുകൾ, വിദയി കക്ഷികൾ എല്ലാവരും, അതാണ് ഇബ്ലീസിന്റെ ചതിക്കുഴിയിലെ ലാസ്റ്റത്തിന് മുമ്പുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മുർത്തത്താവുക, ഇസ്ലാമിന് പുറത്തു പോകും. അപ്പോൾ അവിടം വരെ എന്താകും ഇബ്ലീസ് കൊണ്ടുവച്ചത്. അതിനുമുമ്പ് കുറേ കാറ്റഗറി ഉണ്ട്. ചിലപ്പോൾ ഫദ്ലിനെ നഷ്ടപ്പെടുത്തും, ഹറാമ് ചെയ്യിപ്പിക്കും, എന്നിട്ട് കറാഹത്ത് ചെയ്യിപ്പിക്കും, സുന്നത്ത് ഒഴിവാക്കിപ്പിക്കും, ഹറാമ് ചെയ്യിപ്പിക്കും, വൻദോഷങ്ങൾ ചെയ്യിപ്പിക്കും, എന്നിട്ട് എന്താക്കും വൻദോഷങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് ബിദ്അത്തുകാരനാക്കി പിന്നെ മുർത്തത്താക്കിയിട്ട് പോകും. ഇബ്ലീസിന്റെ കാറ്റഗറി എങ്ങനെയാണ്? പെട്ടെന്ന് തന്നെ എന്താക്കുകയില്ല, ഒരാളെ ഒപ്പിക്കുകയില്ല, അവനെ കാറ്റഗറി ഓരോ ഘട്ടമായിട്ട് ഇസ്ലാമിന് പുറത്ത് ചടിപ്പിക്കാൻ വേണ്ടി നോക്കും. ഇതും ഇബ്ലീസും ഇബ്ലീസിന്റെ സഹായികളും ചെയ്യുന്ന വിഷയമാണ്. ഏതായാലും ഒരിക്കലും ബിദ്അത്തുകാരനെ വീട്ടിൽ നിർത്താൻ വേണ്ടി ഇബ്ലീസിന്റെ ആളുകൾ ശ്രമിക്കുകയില്ല. എത്രയും പെട്ടെന്ന് അവരെന്താക്കും, പള്ളിയിലേക്ക് എത്തിക്കും. കാരണം അവർ പള്ളിയിൽ വന്നാൽ ആളുകൾ പിഴക്കും. സുന്നികൾ പള്ളിയിൽ വന്നാൽ ആളുകൾ നന്നാവും, ബിദ്അത്തിന്റെ ആളുകൾ പള്ളിയിൽ വന്നാൽ ആളുകൾ പിഴക്കും. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകളെ എന്താക്കുകയില്ല, വീട്ടിൽ നിർത്തിക്കാൻ വേണ്ടി ഇബ്ലീസ് ശ്രദ്ധിക്കുകയില്ല. ഇബ്ലീസ് എന്താക്കും, പള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം അവർ പള്ളിക്ക് വന്നാലാണ് ഇബ്ലീസിലേക്ക് മെച്ചമുണ്ടാവുക. സുന്നികളെ പള്ളിക്ക് വരാനും വിടല. സുന്നികൾ പള്ളിക്ക് വന്നാൽ ഇബ്ലീസിന് നഷ്ടമാണ്. മനസ്സിലായില്ല? സുന്നികൾ ഏതെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ഏതെങ്കിലും വിധേയത്തിൻ്റെ ആളുകൾ ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ പല്ല് കല, കാരണം അവരെന്താവും പള്ളിയിലേക്ക് വരും.
എന്തുകൊണ്ട്? ഇബ്ലീസിന് അവർ പള്ളിയിലേക്ക് വന്നാൽ ഇബ്ലീസിന് ലാഭമാണ്. കാരണം പിന്നെ ഇബ്ലീസിന് കുറേ പണി എടുക്കേണ്ട ആവശ്യമില്ല. ഇവർ നോക്കിക്കോ. സുന്നികൾ എന്താക്കുകയില്ല, പള്ളിയിലേക്ക് വരാനും വിടാനും വീട്ടിലെ നിർത്തും. കാരണം സുന്നികൾ പള്ളിയിലേക്ക് വന്നാൽ ആളുകൾ നന്നാവും. ബിദ്അത്തിന്റെ ആളുകൾ പള്ളിയിലേക്ക് വന്നാൽ ആളുകൾ നാശാവും. ഇബ്ലീസിന് വേണ്ടത് ആളുകൾ നാശാവുകയാണ്. അപ്പോൾ ബിദ്അത്തിന്റെ ആളുകളെ വീട്ടിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇബ്ലീസും സൈന്യവും ശ്രമിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ പറയാനുള്ളത്. രണ്ടാമത്, ഇബ്ലീസിന്റെ സൈന്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. വെള്ളത്തിൽ ഇബ്ലീസിന്റെ കുറച്ച് സൈന്യങ്ങളുണ്ട്. വലഹാൻ എന്ന പേരിൽ പറയപ്പെടുന്ന പിശാചുക്കൾ വെള്ളത്തിലുണ്ട്. വസ്വാസം ഉണ്ടാക്കി തീർക്കും. അത് വസ്വാസം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കാരണം, ഒന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ വസ്വാസം ഉണ്ടാക്കും. നമ്മുടെ മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും വസ്വാസം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് തന്നെ വസ്വാസം തുടങ്ങും. മറ്റൊന്ന് ഫളീലത്ത് നഷ്ടപ്പെടുത്തും. ഒന്നാം തക്ബീറത്തിലേക്ക് വരാം, ആദ്യത്തെ സഫ്, ഇമാമിന്റെ കൂടെയുള്ള ഒന്നാമത്തെ റക്അത്ത്, ഇതൊക്കെ ആര് നഷ്ടപ്പെടുത്തും? ഈ വുളൂവിൽ കളിക്കുന്നതിലൂടെ, വെള്ളത്തിൽ കളിക്കുന്നതിലൂടെ ഇബ്ലീസ് നഷ്ടപ്പെടുത്തും. നമ്മ മരത്തിൽ കാണും ഇബ്ലീസ് മാനത്ത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ വുളൂവിൽ ഇങ്ങനെ കളിക്കുന്നവരോടുകൂടി കൂടെ എന്തായിട്ടുണ്ടാവും? നിസ്കാരമല്ലോ തുടങ്ങിയിട്ട് റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇബ്ലീസിന്റെ ഒന്നാമത്തെ പണി പറഞ്ഞാൽ ഫളീലത്ത് എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തലാണ്. ആൾക്കാർക്ക് കിട്ടുന്ന കൂലി എന്താക്കും? കുറക്കും. ഇപ്പോൾ കാണും, അതായത് തറാവിക്ക് ഭയങ്കര നിസ്കരിക്കാൻ ഭയങ്കര താല്പര്യമില്ലാവും. പക്ഷെ ഇശാ നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാതെ പുറത്തുണ്ടാവും. പക്ഷെ തറാവിയാകുമ്പോൾ ഉള്ളിൽ കൂലിയും ചെയ്യും. ഇബ്ലീസിന്റെ കളിയാണ്. ശരിക്കും തറാവിനേക്കാളും എത്രയോ ഇരട്ടി കൂലിയാണ് ഇശാന്റെ സുന്നത്തിലേക്ക്. അത് നിസ്കരിപ്പിക്കണം, തറാവ് നിസ്കരിപ്പിക്കും. ഫളീലത്ത് കുറക്കും. പള്ളിയിലേക്ക് വന്നാൽ തഹിയ്യത്ത് നിസ്കരിക്കല് വളരെ പുണ്യമുള്ള സംഗതിയാണ്. തഹിയ്യത്ത് നിസ്കാരം പള്ളിയിൽ കയറിയോടെ നിസ്കരിക്കേണ്ട, ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹിയ്യത്ത് നിസ്കാരം. ഇക്കാമത്ത് കൊടുക്കാൻ ചിലപ്പോൾ അരമിനിറ്റ് ആയിട്ടും ഉണ്ടാവും. എന്നാലും ഇയാളുണ്ടാക്കും, നിസ്കരിപ്പിക്കും. ഇബ്ലീസിന്റെ കളിയാണ് നിസ്കരിപ്പിക്കും. കാരണം ഇവൻ നിസ്കരിച്ച് കഴിയുമ്പോൾ കൂടെ ഒന്നാമത്തെ റക്അത്ത് പതിയിട്ടുണ്ടാവും. ഈ നിസ്കാരത്തിനേക്കാളും അഫ്ളൽ എന്ത്? തക്ബീറത്തുൽ ഇഹ്റാം, ഇമാമോട് കൂടിയുള്ള തക്ബീറത്തുൽ ഇഹ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ കൈയളക്കിയിട്ട് ഇവിടെ വരണം, കൈയളക്കണം. തഹിയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ഇമാമിന്റെ കൂടെ കിട്ടുന്നില്ലെങ്കിൽ കൈയളക്കിയിട്ട് ഇതിൽ കൂടണം. കാരണം ഇതിനേക്കാളും അഫ്ളൽ എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം, ഇമാമോട് കൂടിയുള്ള തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് ശ്രദ്ധിക്കണം. ഇബ്ലീസ് എന്താ പണിയെടുക്കും. അതെ, അങ്ങനെ തയ്യത്തെപ്പോഴും പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കാം. അതിപ്പോൾ പള്ളിയിൽ നിസ്കരിച്ചിട്ട് തുപ്പാൻ വേണ്ടി പുറത്ത് പോയി വീണ്ടും കയറിയാൽ അതിന് നിസ്കാര സുന്നത്തുണ്ട്. പള്ളിയിൽ കയറിയാലൊക്കെ നിസ്കാര സുന്നത്തുണ്ട്. സമയമില്ല. സമയം എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പാടില്ല. ഇരിക്കുന്നതിന് മുമ്പ് എത്ര സമയമാണ് നിൽക്കാം. നിൽക്കുന്നതുകൊണ്ട് സമയം നഷ്ടപ്പെടുകയില്ല, ഇരുന്നാൽ സമയം പോയി. തഹിയ്യത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 4 തവണ പറഞ്ഞാൽ തഹിയ്യത്ത് നിസ്കരിച്ചതിന് കൂലി കിട്ടും. സമയമില്ലാതെ 1 മിനിറ്റേ ഉള്ളൂ, നിസ്കരിച്ചാവില്ല. അങ്ങനെ പറയണില്ല. എന്ത് കിട്ടും? ഫർദ് നിസ്കരിക്കലോടുകൂടി തഹിയ്യത്തിന്റെ കൂലിയും കിട്ടും. ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിലേക്ക് വരും. തഹിയ്യത്തിന്റെ കൂലിയിൽ കിട്ടും. ഫർദ് ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് അതിൽ തഹിയ്യത്തിന്റെ കൂലിയും കിട്ടും. നിയത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിസ്കരിക്കുന്നില്ല, കുറേ സമയമുണ്ട്. എന്നാൽ അയാൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ 4 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 4 തവണ ചൊല്ലിയാൽ തഹിയ്യത്ത് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടും. ഇതേ ദിക്ർ എവിടെയും ചെല്ലാമൊക്കെ തിലാവത്തിന്റെ സുജൂദ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് 4 പ്രാവശ്യം ചൊല്ലിയാൽ ആ സുജൂദ് ചെയ്ത് കൂലി കിട്ടും. നിസ്കാരത്തിലാണ് വിളിച്ചല്ല, പുറത്താണ് വിളിച്ചല്ല, തിലാവത്തിന്റെ സുജൂദ് ചെയ്ത കൂലി കിട്ടും. അപ്പോൾ ഇബ്ലീസിന്റെ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യലാണ്? നമ്മുടെ കൊണ്ട് ഫളീലത്ത് നഷ്ടപ്പെടുത്തൽ. ഇശാന്റെ സുന്നത്ത് നമ്മൾ നിസ്കരിക്കും, വിട്ട് നിസ്കരിക്കുകയാണ്.
ഈ വിത്ർ എന്ന് പറഞ്ഞാൽ ഇശായുടെ സുന്നത്തിനേക്കാളും എത്രയോ ശ്രേഷ്ഠത നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ഒരാൾക്കത്തെങ്കിലും വിത്ർ നിസ്കരിക്കണം, ഇശായുടെ സുന്നത്ത് നിസ്കരിക്കും. ഇശാന്റെ സുന്നത്തിനേക്കാളും കൂലി കുറഞ്ഞതാണ് തറാവി നിസ്കാരം. തറാവി നിസ്കരിപ്പിക്കും, ഇശാന്റെ സുന്നത്ത് നിസ്കരിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം ശൈത്താനിൻ്റെ കളിയാണ്, ഇതെല്ലാം ശൈത്താൻ്റെ കളിയാണ്. നമുക്ക് കൂലി കിട്ടുന്നതിൽ നിന്ന് ഇബ്ലീസ് ശൈത്താൻ ടീം ഉണ്ടാകും, നമ്മളെ തെറ്റിപ്പിക്കും. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവമായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ദിവസം സുബ്ഹിന് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഇബ്ലീസ് ശൈത്താൻ എന്താക്കി, ഇബ്ലീസ് കിടത്തിയിട്ട് ഉറക്കി. ഇബ്ലീസ് കിടത്തി ഉറക്കിയിട്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി മുആവിയ റളിയല്ലാഹു അൻഹു. ആ ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ 1000 റക്അത്ത് നിസ്കരിച്ചു മുആവിയ റളിയല്ലാഹു അൻഹു. പിറ്റത്തെ ഒരു അവസരത്തിന് ഇബ്ലീസ് മുആവിയ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ വിളിച്ച്, ഇബ്ലീസ് എണിപ്പിച്ച് പള്ളിയിലേക്ക് പോകണം. ആര് വെച്ചപ്പോൾ ഇബ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താ എന്നെ വിളിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ രാത്രി കുറയുണ്ട്, ഓർമ്മിക്കോ എന്ന് പറഞ്ഞിട്ട് ഉറക്കലല്ലേ ചോദിച്ചു. ഇന്ന് ഞാൻ ഒരിക്കൽ എന്താക്കി ഉറക്കി, അതിൻ്റെ പേരിൽ നീ 1000 റക്അത്ത് അള്ളാഹു നിസ്കരിച്ചു, അതൊക്കെ സഹിക്കാനില്ല, എന്നെ നീ ഉറങ്ങണ്ടായിട്ട് എണിപ്പിച്ച് വിട്ടു എന്നാണ്. അത് എന്ത് ഇബ്ലീസ് എന്താകുമ്പോൾ കൂലി കുറപ്പിക്കും. ഒരു മഹാന് ഇബ്ലീസിന് പേര് കേട്ടാൽ ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാൻ. എപ്പോൾ ഇബ്ലീസിന് പേര് കേട്ടോ അപ്പോഴൊക്കെ ലാനത്തുല്ലാഹി അലൈഹി, അത് ഇബ്ലീസിലേക്ക് ശാപവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാൻ. ഒരിക്കലും ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മരത്തിൻ്റെ പൊളിഞ്ഞ് അദ്ദേഹത്തിന് മേക്ക് വീഴാനായിട്ട് ഇബ്ലീസ് ഒന്ന് തടുക്കുന്നുണ്ട്. ആരും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇബ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്താ പറഞ്ഞു? ലാനത്തുല്ലാഹി അലൈഹി പറഞ്ഞു. ശരിക്കും നിന്റെ പേര് കേൾക്കുമ്പോൾ ഒക്കെ ഞാൻ നിനക്ക് ശാപവാക്ക് പറയുന്നു, ഞാൻ മരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കേണ്ടത് ചോദിച്ചു. ഇബ്ലീസ് പറഞ്ഞത് നീ അങ്ങനെ വരിക്കേണ്ട, നീ ഇപ്പോൾ ഈ മരത്തിൻ്റെ ഇത് കൊണ്ട് വെച്ച് നിനക്ക് ശഹീദിൻ്റെ കൂലി, നീ അങ്ങനെ വരിക്കേണ്ട, നീ സാധാരണ മരണം മരിച്ചാൽ മതി. അപ്പോൾ ഇബ്ലീസ് നമ്മളെ 1,24,000 നബിമാരെ പറ്റിക്കാൻ നോക്കിയ ആളാണ് ഇബ്ലീസ്. നമ്മളെ പറ്റിക്കാൻ ഒന്നുമില്ല. ലാനത്തുല്ലാഹി അലൈഹി. അപ്പോൾ പള്ളിയിൽ വുളൂഇൽ വസ്വാസ് ഉണ്ടാക്കുന്നത്, നമ്മുടെ സമയത്തെ വൈകിപ്പിക്കുന്നത്, അവ്വൽ വഖ്ത് നഷ്ടപ്പെടുത്തുക, ജമാഅത്ത് നഷ്ടപ്പെടുത്തുക, ഇതൊക്കെയാണ് അതിലുള്ള കളി എന്ന് പറഞ്ഞാൽ. ബാങ്ക് വിളിക്കുമ്പോൾ പിശാചുക്കൾ സംസാരിപ്പിക്കും. ബാങ്ക് വിളിക്കുമ്പോൾ പിശാചുക്കൾ സംസാരിപ്പിക്കും. കാരണം ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ ദുന്യവിയായ കാര്യം സംസാരിച്ചാൽ അവൻ്റെ മരണം മോശമാകുന്നതാണ്. അത് മുസ്ലിമായിട്ടവൻ മരിക്കുകയില്ല. മൻ തകല്ലമ ബികലാമി ദുനിയ ഇൻദൽ അദാനി യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ബാങ്ക് വിളിക്കുമ്പോൾ ദുന്യവിയായ കാര്യം ഒരാൾ സംസാരിച്ചാൽ നാവ് കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാതെ ആരാധന പറയാൻ പറ്റാതെ ഇങ്ങനെ നാവ് ഇങ്ങനെ പഠിക്കണം. അത് ഇബ്ലീസിൻ്റെ ആവശ്യമാണ്. ഒരാളെ കാഫിറായിട്ട് മരിപ്പിക്കുന്നത് ഇബ്ലീസിൻ്റെ ആവശ്യമാണ്. അവൾക്ക് ആളെ വേണം. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസ് അജ്മഈൻ. ജിന്നിനെയും മനുഷ്യന്മാരെ കൊണ്ട് നമ്മളെന്താക്കും? നരകത്തെ നിറക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ആളുമാണ് ഇബ്ലീസ്. അപ്പോൾ കാഫിറാക്കിയിട്ട് മരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ശ്രദ്ധിക്കും. അതിന് എല്ലാ വഴിയും അവൻ നോക്കും. ഏതൊക്കെ റൂട്ടുണ്ടോ അതൊക്കെ നോക്കും. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ചാൽ കാഫിറായി മരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ പിശാച് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. അതേപോലെ പള്ളിയിലേക്ക് വരുമ്പോൾ ഏത് കാര്യം വെച്ച് പള്ളിയിലേക്ക് വരേണ്ടതെന്നോ വലത്തെ കാര്യം വെച്ചിട്ട് വരേണ്ടത്. ഇത് ശൈത്താൻ പിശാചുകൾക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന സംഗതിയാണ് ഈ പറയുന്നതൊക്കെ. പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിലെ സ്ഥലമാണ് പള്ളി. അതിൻ്റെ കൃത്യതയോട് നമ്മൾ ചെയ്യുമ്പോൾ സിഹിറുള്ള ഒരാൾ, സിഹിർ ബാധിച്ച ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അയാൾ സിഹിർ പെട്ടെന്ന് പൊട്ടിപ്പോകും. ആ സ്പോട്ടിനുണ്ടാവും പൊട്ടും. പറഞ്ഞ സുന്നത്ത് വലത് കൈ കൊണ്ട് കുടിക്കുക. ബാത്റൂമിൽ പോകുമ്പോൾ ഇടത് കാല് വെച്ചിട്ട് പോവുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് പറയാം. തിരിച്ചു വരുമ്പോൾ വലത് കാല് വെച്ച് ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നീ അദാ വഅഫാൻ എന്ന് പറയാം. പള്ളിയിലേക്ക് വരുമ്പോൾ വലത് കാല് വെച്ച് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മില്ലാഹി അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയാം. തിരിച്ച് ഇടത് കാലം വെച്ച് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്നൊക്കെ പറയാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സിഹിർ ബാധിച്ചത് പെട്ടെന്ന് പൊട്ടും. എല്ലാ സുന്നത്തുകളും ഇങ്ങനെ ചെയ്യുമ്പോൾ
പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ ഇതൊക്കെ മറപ്പിക്കും ആരും? ശൈത്താൻ. മറപ്പിക്കുന്ന പണി ആരാണ്? ശൈത്താൻ. നല്ലത് ചെയ്യാൻ വേണ്ടി ശൈത്താൻ മറപ്പിക്കും. ഇന്നലെ പറഞ്ഞ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആ കഥയിൽ പറഞ്ഞതുപോലെ ഒമാ അൻസാനിഹു ഇല്ല ശൈത്താനാണ്. അത് ഖുർആൻ. പിശാച് എന്താക്കും? നമ്മളെ ഓർക്കാൻ വേണ്ടി മറപ്പിച്ചു കളയും എല്ലാ നന്മയും. ഇടതുകാൽ വെച്ച് പള്ളിയിലേക്ക് വന്നാൽ ദാരിദ്ര്യം വരും. ഒന്ന്, ഇടതുകാൽ വെച്ച് പള്ളിയിലേക്ക് വന്നാൽ ദാരിദ്ര്യം വരും. ദാരിദ്ര്യം വരിക എന്ന് പറഞ്ഞാൽ പിശാചിക്ക് ഇബ്ലീസിലേക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് ദാരിദ്ര്യം. പിശാച് നിങ്ങളെ ദരിദ്രനാവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഫക്കീർ, നിങ്ങൾ പാപ്പരത്തനാവും. പാപ്പരത്തനാകുമ്പോൾ നിങ്ങൾ എന്ത് തെറ്റും ചെയ്യും. പൈസ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് എന്താകും? നമ്മളെ പാപ്പരത്തം ആക്കാൻ വേണ്ടി അത് 45ഓളം ദാരിദ്ര്യം വരുത്തുന്ന 45ഓളം സംഭവങ്ങൾ മഹാന്മാർ കിതാബിൽ പറയുന്നുണ്ട്. ദരിദ്രരാവാൻ, ഇത് ചെയ്താൽ ദാരിദ്ര്യം വരും, ഇങ്ങനെ ചെയ്താൽ ദാരിദ്ര്യം വരും. 45ഓളം സംഭവം. അപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഇടത് കാൽ വെച്ചിട്ട് ഒരാൾ കയറിയാൽ അവനിക്ക് ദാരിദ്ര്യം സംഭവിക്കാം. ദിക്ർ മറപ്പിക്കുകയും അതേപോലെ വുളൂവിന് ശേഷമുള്ള ദുആ, അതൊക്കെ മറപ്പിക്കും. വുളൂവിന് ശേഷമുള്ള ദുആ എന്ന് പറഞ്ഞാൽ ഒരാൾ അത് പതിവാക്കിയാൽ തുഫ്തഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, അവൻ്റെ അള്ളാഹു അവനിക്ക് 8 കവാടം തുറന്നു കൊടുക്കും സ്വർഗത്തിൽ. ഏത് ബാലോടിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. വുളൂവിന് ശേഷമുള്ള ദുആ ഒരാൾ നിത്യമാക്കിയാൽ 8 വാതിൽ തുറന്നു കൊടുക്കും. സ്വർഗത്തിൽ 8 വാതിൽ തുറന്നു കൊടുക്കുകയും ഏത് വാതിലിൻ്റെ കൂടിയിട്ടും അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും പിശാച് മറപ്പിച്ചു കളയും. അതേപോലെ നിസ്കരിക്കാൻ, തഹിയ്യത്ത് നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുത്തും. തക്ബീറത്തുൽ ഇഹ്റാം, ഇമാമിനോട് കൂടിയുള്ള ഒന്നാമത്തെ തക്ബീർ, അതിന് ഭയങ്കര കൂടിയാണ് ഇമാമിനോട് കൂടെ ഒന്നാമത്തെ തക്ബീർ. അത് മറന്നതിൻ്റെ പേരിലാണ് സമീഅല്ലാഹു ലിമൻ ഹമീദ എന്ന ദിക്ർ പോലും വന്നത്. നിസ്കാരത്തെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ തക്ബീർ, അത് റക്അത്ത് നഷ്ടപ്പെടാത്തത് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചു പോയി. ആ സ്തുതി പിന്നെ നമുക്ക് എന്താക്കി തന്നു? സമീഅല്ലാഹു ലിമൻ ഹമീദ എന്ന പേരിൽ അള്ളാഹു ദിക്റാക്കി തന്നു നിസ്കാരത്തെ. അപ്പോൾ ഒന്നാമത്തെ ഇമാമിനെ കൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം, ഒന്നാമത്തെ റക്അത്തൊക്കെ ഭയങ്കര ശ്രേഷ്ഠത. അത് ഇബ്ലീസ് ഉണ്ടാക്കി കളയും, നഷ്ടപ്പെടുത്തി കളയും. അതേപോലെ നിസ്കാരത്തിന് നൃത്തം, സഫ് കെട്ടുന്ന വിഷയം, ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നു ഇബ്ലീസിന്റെ ആളുകൾ. ഈ ഹിൻസബാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹിൻസബ് ഒരാളല്ല, സൈന്യം. ഹിൻസബ് എന്ന സൈന്യം പള്ളിയിലൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും. ഹിൻസബ് സൈന്യം മുസ്ലിം ജിന്നുകൾ ഉണ്ടാകും. അതേപോലെ ഇതാണ് ഉണ്ടാക്കുന്നത്. നമുക്കിങ്ങനെ ഒരു സൈഡ് മാത്രം നിൽക്കാം. ജമാഅത്തിന്റെ കൂലി എന്തായി? നഷ്ടപ്പെട്ടു. ഒരു സൈഡ് മാത്രം നിൽക്കാം, ഗ്യാപ്പ് വെച്ച് നിൽക്കാം. നിസ്കാരത്തിൽ ഗ്യാപ്പ് വെച്ച് നിൽക്കുമ്പോൾ അതിനിടയിൽ പിശാച് കയറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസ്സൂ സുഫൂഫക്കും, നിങ്ങൾ സ്വഫ് കെട്ടുമ്പോൾ അടുപ്പിച്ചിട്ട് സ്വഫ് കെട്ടുക. ഒരാളുടെ കാൽ അപ്പുറം വെച്ചാന്ന രൂപത്തിൽ തന്നെ സ്വഫ് കെട്ടുക. വഖാരിബൂ ബൈനഹ, അടുത്തു നിൽക്കുക. വഹാദൂ ബിൽ ആമന, നിങ്ങളുടെ തോളുകൾ കൊണ്ട് പരസ്പരം ശരിയാവുകയും ചെയ്യുക. ഫവല്ലദി നഫ്സി ബിയദിഹി, വല്ലാഹി തന്നെ സത്യം, ഇന്നി ലഅറ ശൈത്താന യദ്ഖുലു മിൻ ഖിലലി സ്വഫി കഅന്നാ അൽഹദ്ഫ്, ഒരു വിടവ് കണ്ടാൽ അതിലേക്ക് പിശാച് വരുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുമ്പോൾ അപ്പുറത്തുള്ള ഒരു ഗ്യാപ്പ് കണ്ടെങ്കിൽ എന്താവും? അവനെ ശൈത്താൻ വന്നിട്ട് കയറിപ്പോയി. മനസ്സിന് എന്തുണ്ടാവില്ല, ഒരു ഇണക്കുണ്ടാവില്ല. വിശ്വാസം പറഞ്ഞു, ഓരോരുത്തർക്കും ചിറകുണ്ട്, ഓരോ മനുഷ്യർക്കും ചിറകുണ്ട്. എൻ്റെ ചിറകിൽ പടുത്തുള്ള ആളെ ചിറകിൻ്റെ മേലെ ഇങ്ങനെ നിസ്കരിക്കുന്നു പോകും, അവൻ്റെ ചിറകിൻ്റെ ചിറകിൻ്റെ മേലെ. അങ്ങനെയാണ് മനുഷ്യൻ്റെ കിണക്കുണ്ടാവുക. ഇതില്ലെങ്കിൽ എന്താവും? നേരെ പിശാചാണ് എടുത്ത് വെക്കുക. നമ്മുടെ ചിറക് പിശാചിന് നമ്മളിലുണ്ട്. അപ്പോൾ ഗ്യാപ്പ് വെക്കാൻ പാടില്ല. സ്വഫിനിടയിൽ പിശാച് കയറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ നിസ്കാരത്തിന് ഓരോ കാര്യവും പിശാച് കൊണ്ടുവരും, ഓരോന്നും ഓർമ്മിപ്പിക്കും. എന്തുണ്ടെങ്കിലും നിസ്കാരത്തിൽ ഓർമ്മ വരും. എന്ത് ഏടെ വെച്ചെങ്കിലും നിസ്കരിച്ചാൽ എന്താവും? പെട്ടെന്ന് ഓർമ്മ വരും. ആര് കൊണ്ടുതരും ഈ ഓർമ്മ? ഇബ്ലീസ് ശൈത്താൻ കൊണ്ടുതരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി അദ്ബറ ശൈത്താനു വലഹു ദിറാസ്, അട്ടഹസിച്ചുകൊണ്ട് ബാങ്കുവിളി കേട്ടാൽ ശൈത്താൻ ഓടിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കാണും, നായ്ക്കൾ കാണും, നായ്ക്കൾ ഓടിടും. ഹത്താ ലാ യസ്മഉ തഅദീന, ബാങ്ക് കേൾക്കാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് പിശാച് വിളിച്ചു. ഫൈദാ ഖുദിയ നിദാ, അങ്ങനെ ബാങ്കിന്റെ കഴിഞ്ഞാൽ അഖ്ബല, പിന്നെ തിരിച്ചു വരും. ഹത്താ സുബീബ ബിസ്സലാത്തി അദ്ബറ,
നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ പോയി ഈ ശൈത്താൻ പോയി. അങ്ങനെ പുതിയ തസ്ലീബ ഒത്തുകില ഇക്കാമത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരും, പിന്നെ പള്ളിയിലേക്ക് തിരിച്ചു വരും. പിന്നെ ഓരോ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങളുടെ ചിന്ത ഇട്ടുതരും. എപ്പോഴും എന്നിട്ട് ഇബ്ലീസിന് പറഞ്ഞുകൊണ്ടേ കഥ ഇതോർക്ക് കഥ ഈ മല നീ എന്തെന്തോ ഓർക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഇബ്ലീസിന് ഇന്ന് ഓരോന്ന് കാര്യം ഇട്ടുതരും. എത്ര നിസ്കരിച്ചെന്ന് പോലും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതായത് മാവ് പോകുന്നതുകൊണ്ട് എൻ്റെ ബാക്കിൽ പോകുന്നു, നമുക്ക് അറിയില്ലല്ലോ. മാവ് പിന്നെ എന്താ ശീലിച്ചുകൊണ്ട് അങ്ങനെയും പോകുന്നു. തെറ്റിയ ബാക്കിൽ പറഞ്ഞു തരാൻ ആളുടെ എന്ന വിശ്വാസത്തിൽ അല്ലേ. നമ്മളിപ്പോൾ ഒറ്റ നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓർമ്മ ചിലപ്പോൾ ഉണ്ടാവില്ല, എത്ര നിസ്കരിച്ചൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഒരു പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ, കണക്കനുസരിച്ചല്ലല്ലോ. ആൾക്കാത്തിങ്ങനെ നിസ്കരിച്ചിട്ട് പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെ പോന്നു വരുന്നു. എത്ര കാത്തായി ചോദിച്ചാലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും എത്ര ആയി. പിശാച് ഉണ്ടാക്കും അങ്ങനെ ഇട്ടുതരും. എത്ര കാത്തായി എന്ന് പോലും അറിയാതെ ഓരോ കാര്യം അങ്ങനെ ഓർമ്മയിലേക്ക് ഇട്ടുതരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഇബ്ലീസ് കരഞ്ഞ 4 സന്ദർഭത്തിലാണ് ഇബ്ലീസ് കരഞ്ഞത്. ഇബ്ലീസ് കരഞ്ഞത് 4 സന്ദർഭത്തിൽ. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ അതായത് വിദഗ്ധത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയം. ഇബ്ലീസ് കരഞ്ഞത് 4 സന്ദർഭത്തിൽ. ഹീന ലുഇന, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു. വഹീന ഹുബിത, ഭൂമിയിലേക്ക് അവനെ പുറത്താക്കിയപ്പോൾ, ഭൂമിയിലേക്ക് വിട്ടപ്പോൾ. വഹീന ഉൻസിലത്ത് വഹീന ഉലിദ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. വഹീന ഉൻസിലത്ത് സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് ഇറക്കപ്പെട്ടപ്പോഴും ഇബ്ലീസ് കരഞ്ഞു. ഈ ബിദ്അത്തിന്റെ കക്ഷികളിൽ നമ്മൾ ഇന്ന് കാണുന്നത് ഇബ്ലീസിന്റെ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നബി തങ്ങളോടുള്ള മഹബത്ത്, മൗലിദ് വയ്ക്കലും നബിയുടെ മാസം വരുമ്പോൾ ഒരു ബേജാറ്, ഒരു സങ്കടം, ഇത് ഇബ്ലീസ് ചെയ്തൊരു സംഗതിയാണ്. ഫാത്തിഹ വിളിക്കുമ്പോൾ മനുഷ്യർ പോകുന്നത് അല്ല, ഫാത്തിഹ വിളിച്ചത് ഓക്കെ കുറച്ചാളും കണ്ടു പോകും. അത് കാരണം ഇബ്ലീസ് ഫാത്തിഹ ഇറങ്ങിയിട്ടാകുമ്പോൾ ഇബ്ലീസ് കരഞ്ഞു. വിശ്വാസമാദം പ്രസവിക്കപ്പെടുമ്പോഴും ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ വിശ്വാസമാദം പറഞ്ഞു, നിസ്കാരത്തിൽ എന്തെങ്കിലും വസ്വാസ് വരുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ എന്ത് ചെയ്യാം? നേരത്തെ വെച്ച് വെക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖിൻസബ് എന്ന് പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖിൻസബ്, ഖിൻസബിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഖിൻസബാണ് ഈ നിസ്കാരത്തിൽ വസ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ചെയ്യുന്നത്. ഖിൻസബ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖിൻസബ്. ഉസ്മാൻ ഐഷ റളിയല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വജദ മിൻ ഹാദൽ വസ്വാസി ഫലയഖുൽ, ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വസ്വാസ് വന്നാൽ അവൻ പറയട്ടെ ആമന്ന ബില്ലാഹി വബിറസൂലിഹി. 3 പ്രാവശ്യം പറയാം, ആമന്ന ബില്ലാഹി വബിറസൂലിഹി, ആമന്ന ബില്ലാഹി വബിറസൂലിഹി, ആമന്ന ബില്ലാഹി. നിസ്കാരത്തിൽ പറയാം, നിസ്കാരം ബാത്തിലാവൂല, ഇതുകൊണ്ട് ദിക്റാണ്, ദിക്ർ നിസ്കാരത്തിൽ പറയാം, ആമന്ന ബില്ലാഹി വബിറസൂലിഹി എന്ന് പറയാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖാസ വയക്റഹു തസാഉബ. അല്ലാഹുവിന് തുമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. തുമ്മുന്നത് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. കോട്ടുവായ അല്ലാഹുവിന് വെറുപ്പാണ്. ഫൈദാ അത്തസഹ ഹമിദല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും തുമ്മുകയാണെങ്കിൽ അല്ലാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞേക്കണം. അത് അല്ലാഹു നമുക്ക് തിരിച്ചു തരുന്ന നിയമമാണ്. തുമ്മുമ്പോൾ നമ്മുടെ ശ്വാസം എടുക്കുന്നതാണ് ബ്ലോക്കാകുന്നത്. തുമ്മിക്കഴിഞ്ഞ ശേഷം അത് തിരിച്ചു വരുന്നത്. അതോടൊപ്പം നമ്മുടെ മൂക്കിലൂടെ എന്താകുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള അണുക്കളൊക്കെ പുറത്ത് ചില മൂക്ക് ഒത്തിരുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തുമ്മൽ ശരിക്കും ഇവിടെ മൂക്ക് വന്നു, ശരിക്കും തുമ്മാൻ മൂക്ക് വന്നു, ശരിക്കും തുമ്മണം. തുമ്മലോടുകൂടി നമുക്കൊരു ആശ്വാസം വരും. അതോടൊപ്പം നമ്മുടെ മൂക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അണുക്കളൊക്കെ എന്താകും, പുറത്തു പോകും, എല്ലൊക്കെ പുറത്തു പോകും. തുമ്മൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതി, അത് അനുഗ്രഹമാണ് തുമ്മൽ. നിസ്കാരത്തിൽ പോലും എന്തില്ല, തുമ്മിന് ദിക്റിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. നിസ്കാരത്തിൽ ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, നിസ്കാരം എന്താവില്ല, ബാത്തിലാവില്ല. പക്ഷെ ഫാത്തിഹയുടെ ഇടയിൽ ചൊല്ലിയാൽ ഫാത്തിഹ മടിക്കുമെന്നുള്ളതേ ഉള്ളൂ.
റഹ്മാൻ റഹീം എന്നൊക്കെ ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തോന്നണം. നിസ്കാരത്തിൽ വേറെ എവിടെ തുമ്മിയാലും ഉണ്ടാവില്ല. തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ നിസ്കാരം മാത്രമല്ല. പക്ഷെ എന്ത് പറയരുത്? റഹ്മുക്കല്ലാ എന്ന് പറയരുത്. റഹ്മുക്കല്ലാ എന്ന് കേട്ടാൽ പറയണ്ട. കാരണം മനസ്സിൽ വിചാരിക്കാൻ മടക്കി കൊടുക്കാൻ പാടില്ല. മനസ്സിൽ വിചാരിക്കാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മടക്കാം, പ്രശ്നമില്ല. കാരണം നിസ്കാരത്തിൽ മുനാജാത്ത് ആരോട് മാത്രം? അള്ളാഹിനോടും പിന്നെ റസൂലിനോട് വൃദ്ധങ്ങളോടുള്ള അസ്സലാമു അലൈക അയ്യുഹൻ നബി, അത് മാത്രം. വേറെ ഒരാളോടും കാവച്ചെന്ന് പറയരുത്. അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പാടില്ല. നിസ്കാരത്തിൽ കൈ കാണിക്കാം, അലൈക്കും അസ്സലാമിൻ്റെ കൈ കാണിക്കാം, മനസ്സിൽ കരുതാം. മനസ്സിലുള്ളത് കരുതാം. മലയാളത്തിലാണെങ്കിൽ മനസ്സിൽ വരക്കാം. നിസ്കാരത്തിൽ പ്രശ്നമില്ല. വായുണ്ട് പറഞ്ഞാൽ പ്രശ്നമാകും. മനസ്സിൽ എന്ത് മലയാളത്തിലും പറയാം. മനസ്സിൽ മലയാളത്തിലും നിസ്കാരത്തിൽ വെച്ചിട്ട് ഇത് വരക്കാം. വായു കൊണ്ട് വരാൻ പാടില്ല. ഈ ഹംദുലില്ലാ അല്ലാഹു സ്തുതിക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ വന്നാൽ എന്തല്ല പ്രശ്നമാവുന്നില്ല, നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ ഫാത്തിഹയിനിടയിൽ വന്നാൽ ഫാത്തിഹ മടക്കി ഓതണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, അത്തസാഉബു മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നാണ് കോട്ടുവായ വരുന്നത്. പിശാചിൽ നിന്ന് കോട്ടുവായ. കഴിയും പരമാവധി ഉണ്ടാക്കുക, അടക്കി വെക്കുക. പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ ഇടത് കൈ കൊണ്ട് ഉണ്ടാക്കുക, വെക്കുക. ഇടത് കൈ വെച്ചിട്ട് അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. പിന്നെ ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബിയെ ഇന്ന ശൈത്താന ഖദ് ഹാല ബൈനി വ ബൈന, എല്ലാവരും നിസ്കരിക്കുമ്പോൾ ശൈത്താൻ വരും. നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ വരെ ഇബ്ലീസ് വന്നിട്ടുണ്ട് പീഡിപ്പിക്കാൻ വേണ്ടി. ഒരു സമയം നിങ്ങൾ പറഞ്ഞു ഇബ്ലീസിന്റെ കഴുത്ത് പിടിച്ചു നിസ്കരിക്കാൻ പറ്റുമ്പോൾ ഒരു കുടുത്തം ശൈത്താൻ്റെ. അതോടെ ആ കുടുത്തത്തിന്റെ സ്ട്രോങ്ങിൽ എന്തായി? തുപ്പി. നബിയുടെ കൈക്ക് തുപ്പലായി ശൈത്താൻ്റെ. പിന്നെ ഇബ്ലീസ് തീയുമായിട്ട് വന്നു നബിൻ്റെ മുഖത്തേക്ക് അടിക്കാൻ വേണ്ടി നിസ്കാരത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അൽഅനുക ബിലഅനത്തില്ലാഹി, അൽഅനുക ബിലഅനത്തില്ലാഹ്, അൽഅനുക ബിലഅനത്തില്ലാഹ്. മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇബ്ലീസ് അളിപ്പിട്ട് പോയി. നിസ്കാരത്തിൽ എല്ലാവരും പേടിപ്പിക്കാൻ ഉണ്ടാവും ശൈത്താൻ വരും. അതുകൊണ്ട് നമ്മൾ നിസ്കാരം ശരിയായതൊന്നും ശരിയാവുന്നതൊന്നും പറയാൻ പാടില്ല. നിസ്കാരം കൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഇബ്ലീസ് ഉണ്ടാവില്ല. മുറല്ലാവിൻ്റെ ആ ഈമാനും അധീരതയൊക്കെയാണ്. മുറല്ലാവിന് വരുന്ന ഒരു വഴിയിൽ വരുന്നാൽ വേറെ വഴിയിൽ മാറിക്കിടക്കും. അതേപോലെ അൽ അജ്ലതു മിനശ് ശൈത്വാൻ വത്തഅന്നി മിനല്ലാഹി തആല, പെട്ടെന്ന് ചെയ്യാം, സ്പീഡ് ചെയ്യാം. നിസ്കാരമാണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കുക. തുമാനില്ലാതെ അല്ലെങ്കിൽ ഫാത്തിഹ ശരിക്കും ഓതാതെ പെട്ടെന്ന് സ്പീഡ് ചെയ്യാം. അത് പിശാചിൽ എന്നുള്ളതാണ്. എല്ലാത്തിനും സ്പീഡ് ചെയ്യൽ പിശാചിലാണ്. വണ്ടി ഓടിക്കുമ്പോൾ അടിച്ചു വിടാം, ശൈത്താൻ ഉണ്ടാക്കി തരും. ചിലപ്പോൾ അവന് ആവശ്യമില്ലെങ്കിൽ ശൈത്താൻ എന്താക്കും? പെട്ടെന്ന് തന്നെ ആക്സിഡൻ്റ് ആക്കി തരും. അപ്പോൾ സാവധാനം ചെയ്യലാണ് അള്ളാഹുവിൽ നിന്ന്. വത്തഅന്നി പിശാചിൽ നിന്നാണെന്ന് അൽ അജ്ലതു മിനശ് ശൈത്താൻ, പെട്ടെന്ന് ചെയ്യുക എന്നത് പിശാചിൽ നിന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യത്തിലൊഴികെ 5 കാര്യങ്ങൾ എന്താക്കണം? പെട്ടെന്ന് ചെയ്യണം. ബഹുമാനപ്പെട്ട ഹാത്തിം റസൂൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അജ്ലതു മിനശ് ശൈത്വാൻ ഇല്ലാ 5, 5 കാര്യത്തിലൊഴികെ ബാക്കി എല്ലാത്തിലും ഉള്ള സ്പീഡ് ചെയ്യുക എന്നുള്ളത് പിശാച് ചെയ്യിപ്പിക്കുന്നതാണ്. ഒന്ന്, ഭക്ഷിപ്പിക്കുക, ആൾക്കാരെ ഭക്ഷിപ്പിക്കുക. എപ്പോഴും സൗകര്യമുള്ളതാണ് പല പിന്നെ അതിന് പിന്തിരിപ്പിക്കാൻ പാടില്ല. സൗകര്യം ഉണ്ടാകുമ്പോൾ ആൾക്കാരെ ഭക്ഷിപ്പിക്കുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാക്കാൻ പാടില്ല. ഒരു ദിവസം 1.5 ദിവസം കാക്കാൻ പാടില്ല. ആൾ വരാനുണ്ട് ഇത് വരാനുണ്ട് പറഞ്ഞിട്ട് കാക്കരുത്. കാരണം ആ മയ്യത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കബറെടുക്കലാണ് നല്ലത്. ആ മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ മയ്യത്ത് നിങ്ങളെ ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. കാരണം നല്ല മയ്യത്തായിട്ട് പിന്നെയും ഈ പൊട്ട ആൾക്കാരെ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ മറമാട്ടുക. അല്ല മയ്യത്ത് പൊട്ടാണെങ്കിൽ നിങ്ങൾക്കാണ് നാശം. കാരണം മയ്യത്തിലേക്കുള്ള ശിക്ഷയൊക്കെ നിങ്ങൾക്കും വരാൻ. അതുകൊണ്ട് മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് എല്ലാം കുളിപ്പിക്കുക, ദഫൻ ചെയ്യുക, കബറൊക്കെ പെട്ടെന്ന് ചെയ്യുക.
പെണ്ണിനെ കന്യകെത്തിയ പെണ്ണിനെ എന്താക്കുക, പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. കല്യാണപ്രായത്തിയ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. പിന്നീട് വരുന്ന തെറ്റുകളൊക്കെ മാതാപിതാക്കൾക്ക് വരും. ഏതെങ്കിലും പ്രേമത്തിലോ അല്ലെങ്കിൽ ഒളിച്ചോട്ടോ മറ്റും വിസ്തോളം മറ്റും അതും ഇതൊക്കെ ആർക്ക് വരും? രക്ഷിതാക്കൾക്ക് വരും. എൻ്റെ കുറ്റൊക്കെ കല്യാണപ്രായം വ്യക്തിയാണ് എന്താക്കുക, പെട്ടെന്ന് ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് കല്യാണപ്രായത്തെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. കടം പെട്ടെന്ന് വീട്ടുക, അതും പെട്ടെന്ന് തന്നെ ചെയ്യുക. തെറ്റിൽ നിന്നും അള്ളാഹുവിനോട് തൗബ. ഇതൊക്കെ ഈ 5 കാര്യം പെട്ടെന്ന് ചെയ്യണം. ബാക്കിയൊക്കെ സാവധാനം ചെയ്യേണ്ടതാണ്. എല്ലാം പെട്ടെന്ന് ചെയ്യിക്കുക എന്നുള്ളത് പിശാചിന്റെ കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിഷയം പറഞ്ഞു, അതായത് ഇബ്ലീസ് മൂത്രമൊഴിച്ചിട്ടാകുമ്പോൾ എന്ത് മുളച്ചു? പുകയില്ല, നമ്മുടെ വെക്കുന്ന പുകയില്ല. അതേപോലെ കരിഞ്ഞതിൽ നിന്നാണ് എന്ത്? മിസ്കല്ല, ചന്ദനം. മിസ്ക് നമ്മളെ കസ്തൂരിമാനിൽ നിന്നെടുക്കുന്നതാണ് മിസ്ക്. ഇത് ചന്ദനം, ഇഞ്ചി, ചന്ദനം, ഊത്. ഇത് ആദം അലൈഹിസ്സലാം കരിഞ്ഞതിൽ നിന്ന്, ആ കണ്ണുനീർ തുള്ളിൽ നിന്ന് മുളച്ചു വന്ന ചെടികളാണ് ചന്ദനങ്ങൾ. പിന്നെ പറഞ്ഞു സ്വപ്നസ്കലനം പിശാചിൽ നിന്നുണ്ടാകുന്നതാണ് സ്വപ്നസ്കലനം. നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും മറ്റുമൊക്കെ നമ്മളെന്താകും? ചിലപ്പോൾ സ്വപ്നം കാണും, വേണ്ടാത്ത സ്വപ്നവും കാണും, പൊട്ടു സ്വപ്നങ്ങളൊക്കെ കാണും. അറുഹിയ സ്വാലിഹ മിനല്ലാഹ്, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നല്ല സ്വപ്നം അള്ളാഹു. സ്വപ്നം കണ്ടാൽ അത് എന്താക്കരുത്? സ്വാലിഹീങ്ങളോടല്ലാതെ പറയാൻ പാടില്ല. സ്വാലിഹീങ്ങളോടല്ലാതെ സ്വപ്നം പറയാനും പാടില്ല. നമ്മൾ കണ്ട സ്വപ്നം ആയിരിക്കണമെന്നില്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കും? വ്യാഖ്യാനം ഉണ്ടാവും. നമ്മൾ ഒരു വ്യാഖ്യാനം മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടെന്ന് വെച്ചാൽ ശരിക്കും മരിക്കുന്നതല്ല, ദീർഘായുസ്സുണ്ടാകുന്ന അർത്ഥം. നമ്മൾ കണ്ട സ്വപ്നം അങ്ങനെ ആയിരിക്കല്ല, അതിൻ്റെ വ്യാഖ്യാനം വേറെതായിരിക്കും. സ്വാലിഹീങ്ങളോടല്ലാതെ സ്വപ്നം പറയാനും പാടില്ല, പെണ്ണുങ്ങളോട് തീരെ സ്വപ്നം പറയാനും പാടില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വാലിഹീങ്ങളോടല്ലാതെ സ്വപ്നം പറയാനും പാടില്ല, സ്ത്രീകളോട് തീരെ പറയാനും പാടില്ല. അത് പറയാൻ പാടില്ല. സ്വാലിഹീങ്ങളോട് പറയാം. അത് ശരിക്കാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കുക. ശരിക്കാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കാം. കാരണം നബിയെ സ്വപ്നം കൊണ്ട് തന്നെ ചിലപ്പോൾ പിൽക്കാലത്ത് എന്തെങ്കിലും ഫിത്തന വരും. വിശ്വാസികളെ മാത്രങ്ങളെ സ്വപ്നം കണ്ടതിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ ഫിത്തന വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് സ്വപ്നമാണെങ്കിലും അത് നമുക്ക് ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ നമുക്ക് ഭവിക്കും. നമ്മളിങ്ങനെ പറയല്ലേ, ഇത് രാവിലെ കണ്ട സ്വപ്നം ഫലിക്കുന്നതൊക്കെ പറയല്ല, സുബീല സമയത്ത് കണ്ട സ്വപ്നം ഫലിക്കുന്നതൊക്കെ സ്വപ്നം ഉണ്ടാവും. ചിലപ്പോൾ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തത് കാരണം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഫലിക്കാൻ സാധ്യത. ആരോട് പറഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ ഇത് എൻ്റെ വഴിക്ക് പോകും. അപ്പോൾ പറയുന്നുണ്ടെങ്കിൽ സ്വാലിഹികളോട് മാത്രം പറയാം, നല്ല ആൾക്കാരോട് അലിമിനോട് പറയാം. അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ തേടാം എന്നല്ലാതെ എല്ലാവരും ഉണ്ടാക്കരുത്. ഈ സ്വപ്നം പറയാൻ പാടില്ല. നല്ല സ്വപ്നം അള്ളാഹു നമുക്ക് തരുന്നതാണ്. നുബുവത്തിൻ്റെ 40-ൽ ഒരു അംശമാണ് നല്ല സ്വപ്നം. ഇപ്പോൾ ഒന്നില്ല, നുബുവത്തില്ല, പകരം എന്താണ്? ഈ നല്ല സ്വപ്നങ്ങളാണ്. അപ്പോൾ ഈ നല്ല സ്വപ്നം ഖിയാമത്താളാകുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് സ്വപ്നങ്ങൾ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന കാലത്ത് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകും, മുഅ്മിനീങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ്. വൽഹുൽമു മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് ഇഹ്തിലാം വരും, സ്വപ്നസ്ഖലനം ഉണ്ടാകും പിശാചിൽ നിന്ന്. ഫമൻ റഅ ശൈഅൻ യക്റഹുഹു, പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ആരെയും മരിക്കുന്നത്, വേറെ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ ഫൽയംഫസ് അൻ ശിമാലിഹി സലാസ, 3 പ്രാവശ്യം എടുത്തോട്ട് തുപ്പ. കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തോട്ട് മറ്റു തുപ്പ. വലിയ അമ്മദ് മിനശ് ശൈത്താൻ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം